ഹലോ എവ്രി വൺ, വെൽക്കം ടു ദി ക്ലാസ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്, എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് യൂണിറ്റ് 1, അതായത് ഇൻട്രൊഡക്ഷൻ ടു പോസിറ്റീവ് സൈക്കോളജിയിലെ പാർട്ട് 1 ആയിരിക്കും. അതായത് ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താണ് പോസിറ്റീവ് സൈക്കോളജി, ഇത് ആരാണ് കണ്ടുപിടിച്ചത്, ഏത് ഇയറിലാണ് ഇത് വന്നിട്ടുള്ളത്, ഇതിൽ എത്ര വേവ്സ് ഉണ്ട്, അതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആക്ച്വലി പോസിറ്റീവ് സൈക്കോളജി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇൻട്രൊഡക്ഷൻ ടു പോസിറ്റീവ് സൈക്കോളജി. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക എന്തൊക്കെയാണ് ഇതില്, എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജി എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, അതിന്റെ ഫോക്കസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിലാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച്, സൈക്കോളജിയുടെ ബ്രാഞ്ച് വന്നിട്ട് കുറെ കാലൊന്നും ആയിട്ടില്ല. 2 decades ago ആണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് വന്നിട്ടുള്ളത്. എന്തിൽ ഫോക്കസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? ഹാപ്പിനെസ്സിനെയും വെൽബീങ്ങിനെയും മനസ്സിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, നമ്മുടെ സന്തോഷത്തിനെയും നമ്മുടെ വെൽബീങ്ങിനെയും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി 2 decades മുന്നേ ആണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, അതെന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത്? കണ്ടീഷൻസ് പ്രൊമോട്ടിംഗ് വെൽബീയിങ് അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റി. എല്ലാ സൊസൈറ്റിയിലും കൾച്ചറിലൊക്കെ എന്താണ് നമ്മുടെ സന്തോഷത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സന്തോഷം കൂട്ടാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെ ഒരു ഹാപ്പി ലൈഫ് നയിക്കാം എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്ലൈഡ് ഓറിയന്റേഷൻ ഫ്രം ഇറ്റ്സ് ഇൻസെപ്ഷൻ ടു ഹെൽപ്പ് പീപ്പിൾ ലീഡ് എ ഗുഡ് ലൈഫ്. ഇപ്പൊ പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു ഗുഡ് ലൈഫ്, ഒരു ഹാപ്പി ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ് പോസിറ്റീവ് സൈക്കോളജി. എല്ലാ ബ്രാഞ്ചും നമ്മളെ ഒരു ഹാപ്പി ലൈഫിലേക്ക് നയിക്കാൻ വേണ്ടി തന്നെയാണെങ്കിലും ആണ് എയിം ചെയ്യുന്നതെങ്കിലും, ഈ പോസിറ്റീവ് സൈക്കോളജി കുറച്ചുകൂടി നമ്മുടെ ആളുകളുടെ പോസിറ്റീവ് സൈഡിനെ, നമ്മുടെ എസൻസിനെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതായത് എനിക്ക് മറ്റുള്ളവരെക്കാട്ടിലും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് നോക്കിയാൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം എന്നൊക്കെ. നമുക്ക് എല്ലാവർക്കും പല പല ഹാപ്പിനെസ് ആണ് അല്ലെ. പല ആളുകൾക്ക് പല രീതിയിലാണ് നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ആ രീതിയിലൂടെ നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കി നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാം എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരാളാണ് ഇവിടെ ഈ ഫോട്ടോയിലുള്ളത്. മാർട്ടിൻ സെലിഗ്മാൻ. മാർട്ടിൻ E.P. സെലിഗ്മാൻ ആണ് ആക്ച്വലി. മാർട്ടിൻ സെലിഗ്മാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ടും നമ്മുടെ സൈക്കോളജിയിലെ സ്റ്റഡീസ് മൊത്തം ആങ്സൈറ്റി, ഡിപ്രഷൻ, സാഡ്നെസ്, ആങ്കർ, ഇങ്ങനെ നെഗറ്റീവ് ഇമോഷൻസിനെയും നമ്മുടെ നെഗറ്റീവ് സൈഡിനെയും ഫോക്കസ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന്. എന്തുകൊണ്ടാണ് ആളുകൾ പോസിറ്റീവ് ഇമോഷൻസിനെ, അല്ലെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് സൈഡിനെ, ഒരു ഗുഡ് ലൈഫിനെ പറ്റിയിട്ടൊന്നും ആളുകൾ റിസർച്ച് നടത്താത്തത് എന്താണ്, അങ്ങനെ നമ്മൾ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് മാർട്ടിൻ E.P. സെലിഗ്മാൻ ആണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട പേരാണ് മാർട്ടിൻ സെലിഗ്മാന്റെ പേര്. ഓക്കെ, അദ്ദേഹമാണ് ന്യൂ മില്ലീനിയത്തിൽ ഈ ഒരു ഫീൽഡ് ലോഞ്ച് ചെയ്യുന്നത്. ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ലേൺഡ് ഒപ്റ്റിമിസത്തിനെ ഒക്കെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാർട്ടിൻ സെലിഗ്മാൻ ആയിരുന്നു. അദ്ദേഹം APA പ്രസിഡന്റ് ഇൻ 1998 ആയിട്ട് ചൂസ് ചെയ്യപ്പെട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? പോസിറ്റീവ് സൈക്കോളജിയെ അദ്ദേഹത്തിന്റെ തീമായിട്ട് ചൂസ് ചെയ്യാണ് ഉണ്ടായത്. ക്രിട്ടിസൈസ്ഡ് സൈക്കോളജീസ് ഫോക്കസ് ഓൺ നെഗറ്റീവ് ഇമോഷൻസ് ആൻഡ് ഡിസീസ് മോഡൽ. കൂടുതലായിട്ടും നമ്മളെ സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് ഈ നെഗറ്റീവ് ഇമോഷൻസിനെയും നമ്മുടെ നെഗറ്റീവ് സൈഡിനെയാണ് എന്നുള്ള ഒരു കാര്യത്തെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയും, നമ്മൾ കൂടുതലായിട്ടും പോസിറ്റീവ് ഇമോഷൻസിനെ കൂടെ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പോസിറ്റീവ് ഇമോഷൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ ലൈഫിനെ എങ്ങോട്ട് മുന്നോട്ട് നയിക്കാം എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ ഇനീഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇനീഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ, അപ്പൊ അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കാണ്, പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കാണ്, നമ്മൾ പോസിറ്റീവ് ഇമോഷൻസിനെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോ അതൊന്നും ആരും അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്തില്ല. ഓക്കെ, പിന്നെയാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി മാനിഫെസ്റ്റോ എപ്പോഴാണ് ഫോർമുലേറ്റ് ചെയ്തത്? ജാനുവരി 1999 ജാനുവരി 2000 ഫോർമുലേറ്റ് ചെയ്യണ്ടായി. അപ്പൊ അതില്
അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവരുടെ പേരുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. കെന്നത്ത്, ബാർബാര, അങ്ങനെ പറഞ്ഞിട്ട് കുറെ പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാരും കൂടെ ഉണ്ടാക്കിയതാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് സ്പെഷ്യൽ ഇഷ്യൂ ജാനുവരി 2000 ഉണ്ടാവുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് കൂടുതലായിട്ടും സൈക്കോളജിയിൽ പോസിറ്റീവ് സൈഡിന്, അതായത് പ്ലഷർ, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ വെൽബീങ്, ക്രിയേറ്റിവിറ്റി, ഒപ്റ്റിമിസം, ഇതിലൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റഡീസ്, ആളുകൾ ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ തുടങ്ങി, ആളുകൾ അതിൽ സ്റ്റഡി നടത്താൻ തുടങ്ങി. എങ്ങനെയാണ് പോസിറ്റീവ് ഇമോഷൻസ് നമ്മളെ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഒപ്റ്റിമിസം, ഇതിനൊക്കെ നമ്മളെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതിനൊക്കെ നമ്മളെ ജീവിതത്തെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത്രയും കാലം നെഗറ്റീവ് ഇമോഷൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫോക്കസ് ഇപ്പോ പോസിറ്റീവ് ഇമോഷൻസിനും പോസിറ്റീവ് സൈഡ് ഓഫ് ഹ്യൂമൻ ബീങ്സിന് കിട്ടാൻ തുടങ്ങി. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഫൗണ്ടേഷനും എക്സ്പാൻഷനും പറയുന്ന സമയത്ത്, അപ്പൊ നമ്മൾ പറഞ്ഞു മാർട്ടിൻ സെലിഗ്മാൻ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ പല പോസിറ്റീവ് ഇമോഷൻസിന്റെ പല ഫീൽഡിൽ, പോസിറ്റീവ് സൈക്കോളജിയുടെ പല ഫീൽഡിൽ സ്റ്റഡികൾ നടത്താൻ തുടങ്ങി. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ആളുകളും എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മാർട്ടിൻ സെലിഗ്മാൻ ഒപ്റ്റിമിസത്തിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ജെഫ് ക്ലിഫ്റ്റൺ എന്ന് പറയുന്നത് സ്ട്രെങ്ത്തിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ആളുകളുടെയും ഇൻഫ്ലുവൻഷ്യൽ വർക്ക് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? കെരോൾ റിസർച്ച് ഓൺ സൈക്കോളജിക്കൽ വെൽബീങ് സ്റ്റഡി ചെയ്തു. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോ ഫീൽഡിൽ പോസിറ്റീവ് സൈക്കോളജിയിലെ ഫീൽഡുകൾ തിരഞ്ഞെടുത്ത് അതിലെ സ്റ്റഡികൾ നടത്താനായിട്ട് തുടങ്ങി. ക്രിസ്റ്റഫർ പീറ്റേഴ്സൺ ക്യാരക്ടർ ആൻഡ് വെർച്വലായിരുന്നു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. ബാർബാര ഫ്രെഡറിക്സൺ പോസിറ്റീവ് ഇമോഷൻസിൽ സ്റ്റഡി നടത്തി. ഓക്കെ, അങ്ങനെ ഓരോ ആളുകള് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, പോസിറ്റീവ് ഇമോഷൻസിന് ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജിയിലെ ബ്രാഞ്ചുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റഡികൾ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിക്ക് പിന്നീട് ഈ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജിക്ക് ഒരു പോപ്പുലാരിറ്റി കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, എക്സ്പാൻഷൻ ഓവർ 2 decades, നമ്മൾ പറഞ്ഞ പോലെ ഒരു 2 decades മുന്നെയാണ് പോസിറ്റീവ് സൈക്കോളജി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇപ്പൊ ഇന്നുള്ള ഒരു നിലയിലേക്ക്, ഇപ്പൊ പോസിറ്റീവ് സൈക്കോളജിക്ക് നല്ലൊരു വാല്യൂ ഉണ്ട് അല്ലെ, ആ ഒരു നിലയിലേക്ക് എത്തുകയായിരുന്നു. ഫീൽഡ് ഹാസ് ഗ്രോൺ വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് ബുക്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ആർട്ടിക്കിൾസ്. ഒരുപാട് ബുക്കുകൾ, ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ ഇപ്പൊ നമ്മൾ പോസിറ്റീവ് സൈക്കോളജിയിൽ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇൻക്ലൂഡ് സയന്റിഫിക് പബ്ലിക്കേഷൻസ് ആൻഡ് സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ. അപ്പോൾ സയന്റിഫിക് പബ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ എന്തുണ്ട്, ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയിലുണ്ട്. Popular among researchers, mental health professionals, life coaches, educationalists, management experts and lay people. അപ്പൊ ഇവരുടെ ആളുകളുടെ ഇടയിലൊക്കെ എന്താണ്, പോസിറ്റീവ് സൈക്കോളജിക്ക് ഇന്നും നല്ല ഇമ്പോർട്ടൻസ് ആണുള്ളത്. റിസർച്ചേഴ്സ് പോസിറ്റീവ് സൈക്കോളജിയിൽ ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് നെഗറ്റീവ് ഇമോഷൻസിനെ നോക്കുന്നത് പോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസിനും ആളുകളുടെ സ്ട്രെങ്ത് എന്താണ്, ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ ആൾക്ക് എന്തിനൊക്കെ പറ്റും അല്ലെ, നമുക്കൊരാളെ മാറ്റി കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ നെഗറ്റീവ് സൈഡ് കുറയ്ക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സൈഡ് നമുക്ക് കൂട്ടുകൂടി ചെയ്യാം. അപ്പൊ പോസിറ്റീവ് സൈഡ് സ്ട്രെങ്തൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആളുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആളുകളെ എങ്ങനെ മാറ്റിക്കൊണ്ടുവരാം എന്നൊക്കെ ഇന്ന് നമ്മൾ തെറപ്പി കൊടുക്കുന്ന സമയത്തൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പണ്ട് അത് ഇല്ലായിരുന്നു അല്ലെ. ലൈഫ് കോച്ചസ്, എഡ്യൂക്കേഷണലിസ്റ്റുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പോസിറ്റീവ് സൈക്കോളജിയെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ പോസിറ്റീവ് സൈക്കോളജിയെ പറയുന്ന സമയത്ത് പോസിറ്റീവ് സൈക്കോളജിക്ക് 2 വേവ്സ് ആണുള്ളത്. ഓക്കെ, 2 വേവ്സ് ആണ് പോസിറ്റീവ് സൈക്കോളജി ഉള്ളത്. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. പോസിറ്റീവ് സൈക്കോളജിക്ക് PP1 എന്ന് പറയുന്ന പോസിറ്റീവ് സൈക്കോളജി 1ഉം PP2 എന്ന് പറയുന്ന പോസിറ്റീവ് സൈക്കോളജി 2, ഇങ്ങനെ 2 വേവുകളാണ് ഉള്ളത്. ഒന്നാമത്തെ വേവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഈ പോസിറ്റീവ് സൈക്കോളജി കൊണ്ടുവന്നിട്ടുള്ള മാർട്ടിൻ സെലിഗ്മാന്റെ വേർഷൻ ആയിരുന്നു. മാർട്ടിൻ സെലിഗ്മാൻ എന്താണ് ചെയ്തത്, നെഗറ്റീവ് ഇമോഷൻസിനാണ് ഇത്രയും കാലം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയല്ല, പോസിറ്റീവ് സൈഡിനെ എംഫസൈസ് ചെയ്യണം, പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പോസിറ്റീവ് ഇമോഷൻസിനെ പറ്റി പഠിച്ചു അല്ലെ. PP2 എന്ന് പറയുന്ന വോങ്ങിന്റെ വേർഷൻ ആണ്. വോങ്, ഓക്കെ,
പോൾ ടി വോങ്ങിന്റെ വേർഷൻ ആണ്. അദ്ദേഹം എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജിയാണ് മുന്നോട്ട് വെച്ചത്. എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി അത് സെലിഗ്മാന്റെ വേർഷനിൽ നിന്നും ഡിഫറെന്റ് ആയിരുന്നു. അത് എങ്ങനെയാണ് ഡിഫറെന്റ് എന്നുള്ളത് നമ്മളിപ്പോ പഠിക്കും. ഓക്കെ, emphasizes the importance of pain, suffering and sorrow for human growth and well-being. മാർട്ടിൻ സെലിഗ്മാൻ പോസിറ്റീവ് ഇമോഷൻസിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചെങ്കിൽ ഇവിടെ വോങ് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് വേണ്ട എന്നല്ല, നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിൽ ഫോക്കസ് ചെയ്യരുത് എന്നല്ല വോങ് പറയുന്നത്. വോങ് പറയുന്നത് നമ്മളെ പോസിറ്റീവ് ഇമോഷൻസ് നമ്മുടെ ലൈഫിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ഇമോഷൻസും. നമ്മളെ പെയിനും നമുക്കുണ്ടാവുന്ന സഫറിങ്ങും നമ്മളുടെ സങ്കടങ്ങള് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളെ ഹ്യൂമൻ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെൽബീയിങ്ങിലേക്ക് നയിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് വോങ് പറഞ്ഞിട്ടുള്ളത്. ഹൈലൈറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സഫറിങ് ആൻഡ് മീനിങ്ഫുൾനെസ്. അതായത് നമ്മുടെ ലൈഫിൽ സഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ആളുകളും നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മൾ എന്താണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പലരും ലൈഫിൽ വല്ലാതെ സഫർ ചെയ്യുന്ന ആളുകൾ എവിടെ എത്താതെ പോകുന്നില്ല. നമ്മൾ സഫർ ചെയ്യുമ്പോഴും നമ്മളൊരു എന്താ പറയാ റെസിലിയൻസ് കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നമുക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു സ്ട്രെങ്ത് ഈ ഒരു സഫറിങ് നമുക്ക് തരുന്നുണ്ട്. സഫറിങ് വരുന്ന സമയത്ത് ഓക്കെ ഞാൻ തോറ്റുപോയി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പോകും. പക്ഷെ ആ സഫറിങ്ങിനെ നമ്മൾ ഗ്രോത്തിനായിട്ടുള്ള ഒരു കാരണമാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കത് മീനിങ് നമ്മളെ ലൈഫിൽ മീനിങ് കണ്ടെത്താൻ ആക്ച്വലി ഈ ഒരു സഫറിങ് ഹെൽപ്പ് ചെയ്യും എന്നാണ് വോങ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാണ് രണ്ട് വ്യൂ എന്ന് പറയുന്നത്. പോസിറ്റീവ് സൈക്കോളജി 1 സെലിഗ്മാൻ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് സൈക്കോളജി, പോസിറ്റീവ് ആസ്പെക്ട്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതാണ് സെലിഗ്മാന്റെ വേർഷൻ എങ്കിൽ, പോസിറ്റീവ് സൈക്കോളജി 2 വോങ്ങിന്റെ വേർഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ പെയിൻ, സഫറിങ് ഇതൊക്കെ നമ്മളെ പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ മീനിങ് നമ്മുടെ ലൈഫിന് ഒരു മീനിങ് കണ്ടെത്തുന്നതിന് നെഗറ്റീവ് ഇമോഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ഇമോഷൻസിനെ പോലെ തന്നെ അതിനൊരു കാരണമായി മാറുന്നുണ്ട് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, വോങ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എയിംസ് ആൻഡ് സ്കോപ്പ്. മാർട്ടിൻ സെലിഗ്മാൻ പറയുന്ന പോസിറ്റീവ് സൈക്കോളജിയുടെ എയിമുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. പോസിറ്റീവ് സൈക്കോളജി അജണ്ടയുടെ ബേസിസിൽ വിഷൻ ഓഫ് ഗുഡ് ലൈഫ്, വിഷൻ ഓഫ് ഗുഡ് ലൈഫ്, നമുക്ക് ആർട്ടിക്കുലേറ്റ് എ വിഷൻ ഓഫ് ഗുഡ് ലൈഫ് ദാറ്റ് ഈസ് എംപിരിക്കലി സൗണ്ട്, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് അട്രാക്റ്റീവ്. അതായത് നമുക്ക് എന്താണ് എംപിരിക്കലി സൗണ്ട് ആയിട്ടുള്ള, അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ്. ഓക്കെ, നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ ഡ്രീം ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഹോപ്പുള്ള, നമുക്ക് സന്തോഷമുള്ള, നമുക്ക് നമ്മുടെ ഡ്രീം ലൈഫ് അല്ലെങ്കിൽ ഒരു ഗുഡ് ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അച്ചീവ് ചെയ്യാൻ പറ്റുക. ആ ഒരു വിഷൻ ആണ് ഒന്നാമത്തെ ഒരു എയിം എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയുടെ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ആക്ഷൻസ് ലീഡിങ് ടു വെൽബീങ് ആണ്. വെൽബീയിങ്ങിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് വെൽബീങ്, നമുക്കൊരു നല്ല ലൈഫ്, നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാം അതിനു വേണ്ടി. പോസിറ്റീവ് ഇൻഡിവിജ്വൽസ് ആൻഡ് ത്രൈവിംഗ് കമ്മ്യൂണിറ്റീസ്, ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു എയിം പോസിറ്റീവ് സൈക്കോളജിയുടെ. മൂന്നാമത്തത് എന്ന് പറയുന്നത് ടു ഹെൽപ്പ് ഡോക്യുമെന്റ്. എന്തിനാണ് ഡോക്യുമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? വാട്ട് കൈൻഡ്സ് ഓഫ് ഫാമിലീസ് റിസൾട്ട് ഇൻ ചിൽഡ്രൻ ഹു ഫ്ലറിഷ്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്ത് സ്റ്റഡി നടത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓക്കെ ഇങ്ങനെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ ഫാമിലികൾ എങ്ങനെ ജീവിക്കുന്ന ഫാമിലികളാണ് ഫ്ലറിഷ് ചെയ്യുന്നത്? വാട്ട് വർക്ക് സെറ്റിംഗ് സപ്പോർട്ട് ദ ഗ്രേറ്റസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ അമംഗ് വർക്കേഴ്സ്. വർക്കേഴ്സിന് എങ്ങനെ ഒരു എൻവയോൺമെന്റ് ഉണ്ടാകുന്ന സമയത്താണ് കൂടുതലായിട്ടും വർക്കേഴ്സ് ആ ഒരു കമ്പനിയിൽ തന്നെ നിന്ന് അല്ലെങ്കിൽ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെ നമുക്ക് വർക്ക് എൻവയോൺമെന്റ് അടിപൊളിയാക്കി കൊണ്ടുപോരാം? വാട്ട് പോളിസീസ് റിസൾട്ട് ഇൻ സ്ട്രോങ് സിവിക് എൻഗേജ്മെന്റ്. സിവിക് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ വോട്ട് ചെയ്യുന്നത് ഒരു സിവിക് എൻഗേജ്മെന്റ് ആണ് അല്ലെ. വോട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു നമുക്കിപ്പോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മൾ അതിലുണ്ടാവുന്ന ചർച്ചകളിൽ പങ്കെടുത്ത് സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കുന്നതൊക്കെ സിവിക് എൻഗേജ്മെന്റ് ആണ്. അപ്പൊ എങ്ങനെയുള്ള പോളിസികൾ ആളുകൾ കൂടുതലായിട്ട് സിവിക് എൻഗേജ്മെന്റിലേക്ക് നയിക്കാം, എങ്ങനെയുള്ള പോളിസികൾ കൊണ്ടുവന്നാലായിരിക്കും കൂടുതൽ ആളുകൾ നമ്മുടെ നാടിനും നമ്മുടെ സമ്പത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങി അതിനു വേണ്ടി അവരുടെ ഒരു മുന്നേറ്റം ഒരു കാണിക്കുന്നുണ്ടാവുക. ആൻഡ് ഹൗ പീപ്പിൾസ് ലൈഫ്സ് ക്യാൻ ബി മോസ്റ്റ് വർത്ത് ലിവിങ്. എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് വർത്ത് ലിവിങ് ആക്കാം, എങ്ങനെ നമുക്ക് മീനിങ് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജി. ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവ് സൈക്കോളജി എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ
As per Positive Psychology Manifesto, positive psychology is the scientific study of optimal human functioning. ഹ്യൂമൻ ഫങ്ഷനിങ് ഒപ്റ്റിമൽ ലെവലിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പോസിറ്റീവ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പോസിറ്റീവ് സൈക്കോളജി മാനിഫെസ്റ്റോ പറയുന്നത്. ക്രിസ്റ്റഫർ പീറ്റേഴ്സൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പോസിറ്റീവ് സൈക്കോളജി ഇസ് സ്റ്റഡി സയന്റിഫിക് സ്റ്റഡി ഓഫ് വാട്ട് ഗോസ് റൈറ്റ് ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ വാട്ട് ഗോസ് റൈറ്റ് അതിന് പറ്റിയുള്ള പോസിറ്റീവ് സയന്റിഫിക് സ്റ്റഡിയാണ് പോസിറ്റീവ് സൈക്കോളജി എന്നാണ് ക്രിസ്റ്റഫർ പീറ്റേഴ്സൺ പറയുന്നത്. ദെൻ വാട്ട് മേക്സ് ലൈഫ് മോസ്റ്റ് വർത്ത് ലിവിങ്, എന്താണ് ജീവിതത്തിന് വർത്ത് ലിവിങ്? ഓക്കെ, ജീവിക്കാൻ ഒരു കാരണം ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെ മാത്രം എന്താണ് ജീവിതത്തിൽ ഉള്ളത്, എന്തൊക്കെ നമ്മളെ ഹാപ്പിനെസ് കൊണ്ടുവരാം നമ്മളെ ലൈഫിൽ എന്നീ കാര്യങ്ങളിലൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ക്രിസ്റ്റഫർ പീറ്റേഴ്സൺ പറയുന്നത്. ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്, സെലിഗ്മാൻ എസ്റ്റാബ്ലിഷ്ഡ് എ പോസിറ്റീവ് സൈക്കോളജി സെന്റർ ഇൻ ദി യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ ഈ ഒരു എയിമുകളൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത എയിമുകളൊക്കെ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർട്ടിൻ സെലിഗ്മാൻ എന്ത് ചെയ്തു? പോസിറ്റീവ് സൈക്കോളജി സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ, യുഎസിലെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായത്. ഇനി എന്താണ് നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു വിഷൻ അല്ലെങ്കിൽ മിഷൻ എന്ന് പറയുന്നത്? പോസിറ്റീവ് സൈക്കോളജി സെന്റർ From Positive Psychology Center, positive psychology studies strengths that enable individuals and communities to thrive. ഒന്നാമത്തത് എന്താണ്? പോസിറ്റീവ് സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് സൈക്കോളജി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്തിനെ? ഇൻഡിവിജ്വൽസിനെയും കമ്മ്യൂണിറ്റിയും ഒക്കെ ടു ത്രൈവ്. നമ്മള് എന്താണോ സഫറിംഗ് ഉള്ളത് അതിൽ നിന്നൊക്കെ ത്രൈവ് ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടി പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു വിഷനാണത്. പിന്നെ ഫൗണ്ടഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് പീപ്പിൾ വാണ്ട് മീനിങ് ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്സ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള. സക്സസ്ഫുൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഞാൻ കാണുന്ന സക്സസ് ആയിരിക്കില്ല ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓരോ ആളുകൾക്കും അനുസരിച്ച് അത് ഡിഫറെന്റ് ആണ്. നമ്മുടെ ജീവിതത്തിന് മീനിങ് എന്ന് പറയുന്നതും ഓരോ ആളുകൾക്ക് അനുസരിച്ച് ഡിഫറെന്റ് ആണ് അല്ലെ? എനിക്ക് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ട് തോന്നുന്ന, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്ന ഒരു ലൈഫ് മറ്റൊരാൾ നോക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നണമെന്നില്ല. അപ്പൊ ആളുകൾക്ക് ഫുൾഫില്ലിംഗ് ലൈഫ്സ് അല്ലെങ്കിൽ മീനിങ് ഫുൾ ലൈഫ്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുക എന്നുള്ളത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു വിഷനാണ് അല്ലെങ്കിൽ മിഷനാണ്. എയിംസ് ടു കൾട്ടിവേറ്റ് വാട്ട് ഇസ് ബെസ്റ്റ് വിത്തിൻ ഇൻഡിവിജ്വൽസ് ആൻഡ് എൻഹാൻസ് എക്സ്പീരിയൻസ് ഓഫ് ലവ്, വർക്ക് ആൻഡ് പ്ലേ. ആളുകൾക്ക് ഓരോ ആളുകൾക്കും എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളത്? ചില ആളുകൾക്ക് എന്താ പറയാ നല്ല ആർട്ടിൽ കഴിവുണ്ടാവും. അപ്പൊ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും ചില ആളുകൾക്ക് ഭയങ്കര പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആളുകൾക്ക് അനുസരിച്ച് ഡിഫറെന്റ് ആണ്. ഓരോ ആളുകളും ഡിഫറെന്റ് ആണ്. അപ്പൊ ആളുകളുടെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക, എന്നിട്ട് ആളുകൾക്ക് എക്സ്പീരിയൻസ് ഓഫ് ലവ് ഉണ്ടാക്കുക, നമുക്ക് നല്ലൊരു വർക്ക് ആൻഡ് പ്ലേ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പോസിറ്റീവ് സൈക്കോളജിയുടെ വിഷനാണ്. ഇനി പോസിറ്റീവ് സൈക്കോളജി എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ബിൽഡ് ഇമോഷൻസ്, സ്ട്രെങ്ത്സ് ആൻഡ് വെർച്യൂസ് ദാറ്റ് ഇനേബിൾ ത്രൈവിംഗ്. ഓക്കെ, ത്രൈവിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇമോഷൻസിനെയും സ്ട്രെങ്ത്തിനെയും വെർച്യൂസിനെയും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു എയിമാണ്. 3 സെൻട്രൽ കൺസേൺസ് ആണുള്ളത്: പോസിറ്റീവ് എക്സ്പീരിയൻസുകൾ, പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ്, പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയും അതുപോലെ തന്നെ പോസിറ്റീവ് സൈക്കോളജി സെന്റർ കൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയുടെ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റുകളാണ് ഇതൊക്കെ. ഇനി നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയുടെ 3 സെൻട്രൽ കൺസേൺസ് എന്തൊക്കെയാണ്? 3 സെൻട്രൽ കൺസേൺസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് പോസിറ്റീവ് എക്സ്പീരിയൻസുകളാണ്. നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസിനെ ഫോക്കസ് ചെയ്യുക. അതിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ പാസ്റ്റിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ, നമ്മൾ കുറെ സഫർ ചെയ്തിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അതിനോട് നമ്മൾ കണ്ടന്റ്മെന്റ്, നമുക്കൊരു എന്തുണ്ടാവുക, നമ്മൾ കണ്ടന്റ് ആയിരിക്കും, നമുക്കത് ഓക്കെ ആണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തുക. എന്നിട്ട് നമ്മൾ പ്ലെഷർ ഇൻ ദി പ്രസന്റ്, നമ്മളെ പ്രസന്റിൽ എന്താണോ അതിൽ സന്തോഷം കണ്ടെത്താനും ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ, നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കൊരു ഹോപ്പ് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷയോട് കൂടി നമ്മളൊരു എന്താ പറയാ, നമ്മൾ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെ, അതിനെ നയിക്കുക എന്നുള്ളത് ഒരു സെൻട്രൽ കൺസേൺ ആണ് പോസിറ്റീവ് സൈക്കോളജിയുടെ. രണ്ടാമത്തത് പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കപ്പാസിറ്റി ടു ലവ്, നമുക്ക് സ്നേഹിക്കാൻ പറ്റുക,
നമുക്ക് എന്താ പറയാ ദേഷ്യമോ വിദ്വേഷമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആളുകളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുക. നമുക്ക് എന്താണോ ഉള്ളത്, ഓക്കെ, നമ്മളിപ്പോ മുന്നോട്ട് മേലോട്ട് നോക്കാതെ നമുക്കുള്ളത് എന്താണോ അതിൽ വാല്യൂ കണ്ടെത്തി നമുക്കൊരു സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുക. ആൾട്രൂയിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മളിപ്പോ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ കാണാണ് ഒരാൾ അവിടെ പെട്ടെന്ന് വീണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഓടിപ്പോയിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യാണ്. നമ്മൾ എന്തോ പ്രതീക്ഷിച്ചിട്ടാണോ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ അയാളെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ അയാൾ നമുക്ക് പൈസ തരും എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, നമ്മളൊരു ആൾട്രൂയിസ്റ്റിക് ആയിട്ട് നമ്മൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് ഹെൽപ്പ് ചെയ്യാണ്. അതുപോലെ ആൾട്രൂയിസം ആളുകളിൽ എങ്ങനെ ഉണ്ടാക്കാം? ഗ്രിറ്റ്, ക്രിയേറ്റിവിറ്റി, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, ഇങ്ങനെ പുതിയ ഐഡിയാസ് നമ്മളിൽ കൊണ്ടുവരിക എന്നീ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുക. ക്യൂരിയോസിറ്റി, ഇന്റഗ്രിറ്റി, മോഡറേഷൻ, സെൽഫ് കൺട്രോൾ ഉണ്ടാക്കുക ആളുകളിൽ, സ്പിരിച്വാലിറ്റി, ഹ്യൂമർ, ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വലിന്റെ പോസിറ്റീവ് ട്രൈറ്റുകളാണ്, പോസിറ്റീവ് ഇമോഷൻസ് ആണ്, പോസിറ്റീവ് ട്രൈറ്റ്സുകളാണ്. ഇതിലൊക്കെ എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജി ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റഡീസ്. ഇനി അടുത്തത് പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമ്മൾ സ്ട്രോങ് ഫാമിലി, സ്ട്രോങ് ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ ഉണ്ടാക്കാം, സ്ട്രോങ് കോപ്പറേഷൻ എങ്ങനെ ഉണ്ടാക്കാം, നമ്മളെ ഫാമിലിയെ എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മളെ ഫാമിലിയെ ഒന്നിച്ച് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയുള്ള ഫാമിലിയാണ് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാം. പിന്നെ ജസ്റ്റിസ്, നമ്മള് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, നമ്മള് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, സിവിലിറ്റി, പിന്നെ വർക്ക് എത്തിക്, നമ്മളൊരു ജോലി സ്ഥലത്ത്, നമ്മളൊരു ഓഫീസിലാവട്ടെ, നമ്മളൊരു ക്ലാസ്സിലാവട്ടെ, നമ്മളൊരു പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആവുന്ന സമയത്ത് ഒരു സൈക്കോളജിസ്റ്റ് ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ഉണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, ഒരു ലീഡറിന് വേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, ടീം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ നമ്മളൊരു ടീമായി നിൽക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ടീമുകളാണ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്, അതിൽ എങ്ങനെ ഒരു ലീഡർ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നത്, എങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാം, എങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് കാണിച്ചാലായിരിക്കും നമുക്ക് നല്ല പെർഫോമൻസുകൾ അല്ലെങ്കിൽ നല്ല പ്രൊഡക്ഷൻ, നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പേർപ്പസ്, ടോളറൻസ്, ഇങ്ങനെയുള്ള പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഫോക്കസ് ചെയ്യാം. ഈ കാര്യങ്ങളിലൊക്കെയാണ് പോസിറ്റീവ് സൈക്കോളജി എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. എന്തിലൊക്കെയാണ്? പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പോസിറ്റീവ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് എക്സ്പീരിയൻസുകൾ. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു പോസിറ്റീവ് സൈക്കോളജി വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അതിലെ എമർജൻസിലേക്ക് നയിച്ചിട്ടുള്ളത് മാർട്ടിൻ സെലിഗ്മാൻ ആണെങ്കിലും ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു പോൾ ടി വോങ്ങിന് ഉണ്ടായിരുന്നത്. ഇദ്ദേഹമാണ് പോൾ ടി വോങ്. അപ്പൊ ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കാം, ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. അദ്ദേഹം ഫൗണ്ടിങ് പ്രസിഡന്റ് ഓഫ് മീനിങ് സെന്റേർഡ് കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മീനിങ് സെന്റേർഡ് കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒറിജിനേറ്റർ ഓഫ് മീനിങ് സെന്റേർഡ് കൗൺസിലിംഗ് ആൻഡ് തെറപ്പി, മീനിങ് സെന്റേർഡ് കൗൺസിലിംഗ് ആൻഡ് തെറപ്പിയുടെ ഒറിജിനേറ്റർ ആണ്. ആൻഡ് ഇന്റഗ്രേറ്റീവ് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോതെറപ്പി. ഓക്കെ, എക്സിസ്റ്റൻസീവ് പോസിറ്റീവ് സൈക്കോതെറപ്പി ആയിട്ടുള്ള മീനിങ് സെന്റേർഡ് കൗൺസിലിംഗ് ആൻഡ് തെറപ്പിയുടെ ഒറിജിനേറ്റർ ആണ്. അദ്ദേഹത്തിന്റെ വിഷൻ എന്താണ്, അദ്ദേഹത്തിന് എന്ത് വ്യൂ ആണ് സെലിഗ്മാനിൽ നിന്നും അദ്ദേഹത്തിനെ ഡിഫറെന്റ് ആക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഹിസ്റ്ററി ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ വോങ്ങിന്റെ വിഷൻ എന്ന് പറയുന്നത് വ്യൂ സഫറിംഗ് ആസ് എസെൻഷ്യൽ ഫോർ ഫ്ലറിഷിംഗ് ആൻഡ് ഗ്രോത്ത്. അദ്ദേഹം പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന സഫറിംഗ് അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന, നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന പെയിൻ, നമുക്ക് ഉണ്ടാവുന്ന, നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെ ലൈഫ് മീനിങ്ലെസ് ആണ് എന്നല്ല. നമുക്ക് അതിൽ നിന്ന് നമ്മൾ അതിനെ ഒരു സോഴ്സ് ആക്കി എടുത്തുകൊണ്ട് നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന പെയിനിനെ ഒരു റീസൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും എന്നാണ് പോൾ ടി വോങ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി എന്നാണ്. ഓഫ് ഫ്ലറിഷിംഗ് ത്രൂ സഫറിംഗ്, സഫറിംഗിൽ നിന്ന് ഫ്ലറിഷ് ചെയ്ത് വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓൾസോ ടേംസ് ഇൻ ദ സെക്കൻഡ് വേവ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി. ഓക്കെ, ഇനി എക്സിസ്റ്റൻഷ്യൽ നേച്ചർ ഓഫ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ അവര് ഫണ്ടമെന്റലി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വാട്ട് ഈസ് ഗുഡ് ലൈഫ്, എന്താണ് ഒരു ഗുഡ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഴുവനായിട്ട് ജനിക്കുന്നത് തൊട്ട് മരിക്കുന്നത് വരെ പോസിറ്റീവ് ഇമോഷൻസ് മാത്രം ഉണ്ടാവുക എന്നാണോ നമ്മൾ ഗുഡ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് മേക്സ് ലൈഫ് വർത്ത് ലിവിങ്, എന്താണ് ജീവിതത്തിനെ ജീവിക്കാൻ പാകത്തിനാക്കുന്നത്?
ഓക്കെ, ഹൗ ക്യാൻ വൺ ഫൈൻഡ് ഹാപ്പിനെസ്, എങ്ങനെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം. എംഫസൈസസ് റെക്കഗ്നൈസിങ് പീപ്പിൾസ് എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റീസ്, എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റികൾ എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ. അഡ്വക്കേറ്റ്സ് ഫോർ എ റിട്ടേൺ ടു എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് റൂട്ട്സ് ടു റീഡിസ്കവർ ദ റിച്ച്നെസ് ഓഫ് ലിവ്ഡ് എക്സ്പീരിയൻസസ് ആൻഡ് പാത്ത് വേസ് ടു മീനിങ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിന് മീനിങ് എങ്ങനെ നമുക്ക് സഫറിങ്ങിലൂടെ, നമ്മളെ പെയിനിങ്ങിലൂടെ, അതായത് നമുക്ക് പെയിന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ജയിക്കാന്നല്ല, നമ്മുടെ ലൈഫിൽ സഫറിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ഒരു പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മീനിങ്, അതിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു മീനിങ് കണ്ടെത്താം എന്നൊക്കെയാണ് വോങ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യൂ വന്ന സമയത്ത് മാർട്ടിൻ സെലിഗ്മാന്റെ അപ്രോച്ചിനോട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ക്രിറ്റിസിസം എന്താന്ന് വെച്ചാൽ, ക്രിറ്റിസിസം എന്തായിരിക്കും, ഒന്നാമത്തത് അദ്ദേഹം പോസിറ്റീവ് ഇമോഷൻസിന് മാത്രമായിട്ട് ഭയങ്കരമായിട്ട് ഓവർ എംഫസിസ് ചെയ്തിട്ടായിരുന്നു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് അതാണ്. അണ്ടർമൈനിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് ഇമോഷൻസ്. അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസിന് ഒരു വിലയും കൊടുക്കാതെ പോസിറ്റീവ് ഇമോഷൻസിനെ മാത്രം സ്റ്റഡി നടത്തുക എന്നുള്ളത് ഒരു ശരിയായ കാര്യമല്ല. നെഗറ്റീവ് ഇമോഷൻസിന് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ഇമോഷൻസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്, വോങ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമോഷൻസിനെ അണ്ടർമൈൻ ചെയ്തു എന്നതും ഒരു സെലിഗ്മാന്റെ ഒരു ക്രിറ്റിസിസം ആണ്. എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആർഗ്യൂ ബോത്ത് പ്ലഷർ ആൻഡ് പെയിൻ കോൺട്രിബ്യൂട്ട് ടു വെൽബീങ്. ഓക്കെ, ഇനി വിക്ടർ ഫ്രാങ്കിളിന്റെ പെർസ്പെക്ടീവ് എന്തായിരുന്നു നോക്കാം. വിക്ടർ ഫ്രാങ്കിൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഡിപ്രഷൻ, ആങ്സൈറ്റി ആൻഡ് മീനിങ്ലെസ്നെസ്സിനൊക്കെ പറ്റിയുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നോക്കി. അദ്ദേഹം ഹോളോകോസ്റ്റ് ഉണ്ടായ സമയത്ത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈൻഡിങ് മീനിങ് ഈവൻ ഇൻ സഫറിങ് എന്നുള്ള കാര്യത്തിനായിരുന്നു. ഫ്രാങ്കിൾ ആണ് ലോഗോതെറപ്പി. അദ്ദേഹം എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി ഫോളോ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഹോളോകോസ്റ്റ് ഒക്കെ എന്താണ് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ അതിനെ ഒരു സഫറിംഗ് ആയി കണ്ട്, അതൊരു പെയിൻ ആയി കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ അതിനെ ആങ്സൈറ്റി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മീനിങ്ലെസ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും ഉണ്ടാവുക. അതേസമയം അതിൽ നിന്ന് നമ്മൾ ഫ്ലറിഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മീനിങ് ഫുൾനെസ്, നമ്മുടെ ലൈഫിന്റെ മീനിങ് ഫുൾനെസ് നമുക്ക് ഈ ഒരു സഫറിംഗിൽ നിന്നും നമുക്ക് ഈ ഒരു പെയിനിൽ നിന്നും കണ്ടെത്താൻ പറ്റും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മാൻ സെർച്ച് ഓഫ് മീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എഴുതി. ഓക്കെ, വിത്തൗട്ട് മീനിങ് പീപ്പിൾ മേ ഇൻഡൾജ് ഇൻ ഹെഡോണിസ്റ്റിക് പ്ലഷർ, pursue power and materialism, or experience hatred, boredom, or neurotic obsessions. അപ്പോൾ മീനിങ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹെഡോണിസ്റ്റിക് പ്ലഷർ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആഗ്രഹിക്കുന്നുണ്ടാവുക. നമ്മൾ പെർസ്യൂ മെറ്റീരിയലിസം ഒക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ട്രൂ മീനിങ് ഓഫ് ലൈഫ് എന്താണ് എന്ന് ആളുകൾ കണ്ടെത്താതെ പോകും എന്നുള്ള കാര്യമാണ് വിക്ടർ ഫ്രാങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തിൻ്റെതാണ് എന്ത്, എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി. അതേസമയം വോങ് പറഞ്ഞിട്ടുള്ളത് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജിയാണ്. അപ്പൊ വോങ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ ഈ ഒരു സഫറിങ്ങിനെയും മീനിങ്ങിനെയും പറ്റിയൊക്കെയുള്ള സെലിഗ്മാന്റെ കോൺസെപ്റ്റുകളെ കൂടി കൂട്ടിയിട്ട് അദ്ദേഹം എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി കൊണ്ടുവരികയാണ്. ആസ് എ ബ്ലെൻഡ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി ആൻഡ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി. എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയും പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ബ്ലെൻഡ് ആയിട്ട് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി ആര് കൊണ്ടുവന്നു, വോങ് കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം അതിൽ എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി കൂടുതലും മുന്നോട്ട് വെക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, ഹൂ ആം ഐ, ഞാൻ ആരാണ്, എന്താണ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെ എനിക്ക് ഹാപ്പി ആയിരിക്കാം, വൈ ആം ഐ സോ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ലൈഫ്, എന്താണ് എന്നെ ലൈഫിനോട് ഇത്രമാത്രം ഡിസാറ്റിസ്ഫൈഡ്, എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല, എനിക്ക് ലൈഫിന്റെ ഒരു ഗോളിൽ എത്താൻ പറ്റുന്നില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്, എന്തൊക്കെ ചെയ്താൽ എനിക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും, വാട്ട് ഇസ് മൈ ഗോളിംഗ്, എന്റെ ഗോൾ എന്താണ്, വാട്ട് ഡു ഐ മേക്ക് ഇൻ ഹൗ ഡു ഐ മേക്ക് ദ റൈറ്റ് ചോയ്സ്, എങ്ങനെ എനിക്ക് റൈറ്റ് ചോയ്സുകൾ കണ്ടെത്താൻ പറ്റും, അങ്ങനെ ലൈഫിനെ ഒരു പോസിറ്റീവ് വേയിൽ കാണുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിലേക്ക് നയിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സിസ്റ്റൻഷ്യൽ പോസിറ്റീവ് സൈക്കോളജി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതില് 8 സോഴ്സ് ഓഫ് മീനിങ് ഫുൾ ലൈഫ് ആര് മുന്നോട്ട് വെക്കുന്നുണ്ട്, വോങ് 2011 മുന്നോട്ട് വെച്ചു. ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റ്, അച്ചീവിംഗ് സംതിങ് വർത്ത് വൈൽ, ഇന്റിമസി, ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ, സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് ട്രാൻസെൻഡൻസ് ഓർ ഓൾട്രൂയിസം, റിലീജിയൻ, ഫെയർനെസ് ഓർ ജസ്റ്റിസ്. ഈ 8 കാര്യങ്ങളെയാണ് മീനിങ് ഫുൾ ലൈഫിന് ഒരു സോഴ്സ് ആയിട്ട് ആര് പറഞ്ഞിട്ടുള്ളത്, വോങ്. ഒന്നാമത് എന്താണ്, ഹാപ്പിനെസ്സും ഫുൾഫിൽമെന്റും ആണ്. നമ്മുടെ സന്തോഷം, ഫുൾഫിൽമെന്റ്, ആ ഒരു ഫീൽ. പിന്നെ അച്ചീവിങ് സംതിങ് വർത്ത് വൈൽ, നമുക്ക് വർത്ത് ആയിട്ട് തോന്നുന്ന കാര്യം നമ്മൾ വർത്ത് ചെയ്യുമ്പോൾ നമുക്ക് മീനിങ് ഓഫ് ലൈഫ് തോന്നും.
എന്നാണ് ആര് പറയുന്നത്, വോങ് പറയുന്നത്. ഇപ്പൊ എനിക്കൊരു ഗോൾ വെക്കാണ്, ആ ഗോളിൽ എത്തിപ്പെടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് സഫറിങ് ഉണ്ടാവാം, എനിക്ക് പെയിൻ ഉണ്ടാവാം, ബട്ട് സ്റ്റിൽ ഫൈനലി ഇഫ് ഐ ഗെറ്റ് ദർ, യുനോ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് എന്റെ മീനിങ്, എന്റെ ലൈഫിന്റെ ഒരു മീനിങ് എനിക്ക് തോന്നാം, അതൊരു റീസൺ ആവും. പിന്നെ ഇന്റിമസി, നമ്മളെ നല്ല ഹാപ്പി മാരീഡ് ലൈഫാണ്, ഹാപ്പി ഫാമിലി ലൈഫാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു മീനിങ് ഓഫ് ലൈഫിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കുള്ള ഫ്രണ്ട്സ് ആരാണോ നമ്മൾ അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ്, നമുക്ക് നല്ലൊരു ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മുടെ സമൂഹമായിട്ട് എന്നുള്ളതൊക്കെ. പിന്നെ സെൽഫ് അക്സെപ്റ്റൻസ്, നമുക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളോടിപ്പോ ചില തെറ്റുകൾ പറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താ പറയാ ചില ഫെയിലിയേഴ്സ് ഉണ്ടായിപ്പോയി, പക്ഷെ അതൊക്കെ ലൈഫിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാം. അത് പിന്നെ സെൽഫ് ട്രാൻസെൻഡൻസ് അല്ലെങ്കിൽ ഓൾട്രൂയിസം കാണിക്കാം, റിലീജിയൻ, നമ്മുടെ മതം, ഓക്കെ, ഫെയർനെസ് ഓർ ജസ്റ്റിസ്, ഇതൊക്കെ നമ്മളെ ലൈഫിന് ഒരു മീനിങ് ഫുൾനെസ് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നാണ് വോങ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ 8 കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് യൂണിവേഴ്സാലിറ്റി ഓഫ് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. സച്ച് ക്വസ്റ്റ്യൻസ് ആർ ഫേസ്ഡ് ബൈ മോസ്റ്റ് ഹ്യൂമൻ ബീങ്സ് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, റേസ്, കളർ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, കാസ്റ്റ്, നാഷണാലിറ്റി എക്സെട്ര. അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, നമുക്ക് എല്ലാവർക്കും നമ്മളെ റേസ് എന്താവട്ടെ, നമ്മുടെ കളർ എന്താവട്ടെ, നമ്മുടെ ജെൻഡർ എന്താവട്ടെ, നമ്മുടെ കാസ്റ്റ് എന്താവട്ടെ, അതൊന്നും ഇല്ലാതെ ലോകത്തെ എല്ലാ ആളുകൾക്കും വരുന്ന ഫീലിങ്സ് ആണ് ഇതൊക്കെ. എന്റെ ലൈഫിന്റെ മീനിങ് എന്താണ്, ഞാൻ എന്തിനാണുള്ളത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, എങ്ങനെ എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാം, എങ്ങനെ ഒരു ഹാപ്പി വർക്ക് എൻവയോൺമെന്റ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചിന്തകളാണ്. ഇത് യൂണിവേഴ്സൽ ആണ്. ഫൈൻഡിങ് ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ്സ് ഡിറക്ഷൻ, മീനിങ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ലൈഫ്. അപ്പൊ ഇതിലൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ, എനിക്കൊരു ഗോൾ വെക്കാണ്, എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ എനിക്കൊരു ഹാപ്പി ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, എനിക്കൊരു എന്താ പറയാ സംതൃപ്തി, എന്റെ ജീവിതത്തിന് ഒരു സംതൃപ്തി തോന്നാനും, ഒരു മീനിങ്, എന്റെ ലൈഫിന് ഒരു മീനിങ് ഉണ്ട് എന്ന് തോന്നാനും, അതിനൊരു ഡയറക്ഷൻ ഉണ്ട് എന്ന് തോന്നാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഫെയിലിയേഴ്സ് ടു റിസോൾവ് ദീസ് ക്വസ്റ്റ്യൻസ് ക്യാൻ കോസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ, പൊട്ടൻഷ്യലി ലീഡിംഗ് ടു സൂയിസൈഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിനൊന്നും നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിനൊക്കെ നമുക്ക് വെറും സഫറിങ്ങും, നമുക്ക് വെറും നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്നും ഒരു മീനിങ് കണ്ടെത്താൻ പറ്റുന്നില്ല, നമുക്ക് ഒരു ആൻസറും കണ്ടെത്താൻ പറ്റുന്നില്ല, നമ്മളെ ലൈഫിന് മീനിങ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ നയിച്ചേക്കാം. അപ്പൊ ഡിപ്രഷനൊക്കെ ഉള്ള ആളുകള് എന്താ പറയാ ഫൈനലി എന്താ പറയാ ചില ആളുകളൊക്കെ സൂയിസൈഡിലേക്കൊക്കെ ഇത് നയിച്ചേക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 വേസ് അല്ലെ, മാർട്ടിൻ സെലിഗ്മാന്റെ ഫസ്റ്റ് വേവും അതുപോലെ തന്നെ വോങ്ങിന്റെ സെക്കൻഡ് വണ്ണും നമുക്കൊന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബേസിക് ക്വസ്റ്റനിൽ എന്താണ് ഇവരുടെ എഗ്രിമെന്റും കോമൺ ഗോളും നോക്കാം. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, പോസിറ്റീവ് സൈക്കോളജിയിലാണ് അല്ലെ. Both agree that primary aim of positive psychology is to understand the nature of a good life or worthy life and the conditions that facilitate such living. അപ്പൊ നമ്മുടെ ലൈഫിന്റെ പോസിറ്റീവ് സൈഡിന്, ഒരു ഗുഡ് ലൈഫിന് ഫോക്കസ് ചെയ്ത് തന്നെയാണ് 2 വേവുകളും സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ അല്ലെ. കോമൺ ഗോൾ എന്താണ്, രണ്ടിന്റെയും കോമൺ ഗോൾ എന്ന് പറയുന്നത് ഒരു ഗുഡ് ലൈഫ് പ്രൊമോട്ട് ചെയ്യുക, ഒരു ഫ്ലറിഷിംഗ് ഉണ്ടാക്കുക, നമ്മുടെ ലൈഫിന് ഒരു മീനിങ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് 2 പേരും മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ്. ഫോക്കസ് ഏരിയ എന്തായിരുന്നു, സെലിഗ്മാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് പോസിറ്റീവ്, അദ്ദേഹം കൊണ്ടുവന്നാണ് പെർമ മോഡൽ എന്ന് പറയുമ്പോൾ P സ്റ്റാൻഡ് ഫോർ പോസിറ്റീവ് ഇമോഷൻസ്, E സ്റ്റാൻഡ് ഫോർ എൻഗേജ്മെന്റ്, R സ്റ്റാൻഡ്സ് ഫോർ റിലേഷൻഷിപ്പ്, M മീനിങ് ആൻഡ് A അക്കംപ്ലിഷ്മെന്റ്. അപ്പൊ ഈ ഒരു 5 കാര്യത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എംഫസിസ് കൊടുക്കുന്നത്. ഇതിലൊക്കെയാണ് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്, എൻഗേജ്മെന്റ്, നമ്മുടെ റിലേഷൻഷിപ്പുകള്, നമ്മുടെ മീനിങ്, നമ്മുടെ ലൈഫിന് നമ്മൾ കൊടുക്കുന്ന മീനിങ്, അതുപോലെ തന്നെ അക്കംപ്ലിഷ്മെന്റ്, നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നീ കാര്യങ്ങളിലൊക്കെ. ഓക്കെ, ഫോക്കസ് ഓൺ സ്ട്രെങ്ത്സ്, വെർച്യൂസ് ആൻഡ് പോസിറ്റീവ് എക്സ്പീരിയൻസസ്. നമ്മുടെ സ്ട്രെങ്ത്തുകൾ, നമ്മുടെ വെർച്യൂസ്, ഇതിനൊക്കെയാണ് ആരും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, സെലിഗ്മാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി വോങ് എന്തിലായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്, അദ്ദേഹവും എന്താ മീനിങ്ങും വെർച്യൂ റെസിലിയൻസിനൊക്കെയാണ്. റെസിലിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മൾ തോറ്റു പോകും, അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ചാലഞ്ചസ് വരുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്തുന്നതിനും നമ്മൾ മീനിങ് കണ്ടെത്തുന്നതിനും വെർച്യൂസിനും ഒക്കെ അദ്ദേഹം അതിനർത്ഥം എപ്പോഴും ചാലഞ്ചസ് വേണമെന്നല്ല, അത് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മീനിങ് കണ്ടെത്താം എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ആര് ഫോക്കസ് ചെയ്തത്, വോങ് ഫോക്കസ് ചെയ്തത്. ഫോക്കസ് ഓൺ ഹൗ പീപ്പിൾ ഫൈൻഡ് മീനിങ് ഇൻ സഫറിങ് ആൻഡ് അഡ്വേഴ്സിറ്റി. നമ്മുടെ സഫറിങ്ങിനും അഡ്വേഴ്സിറ്റി ഒക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് എങ്ങനെ മീനിങ് കണ്ടെത്താം എന്ന് ആര് ഫോക്കസ് ചെയ്തു,
വോങ് ഫോക്കസ് ചെയ്തു. ഇനി അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്? സെലിഗ്മാൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് പ്ലേസ്ഡ് ഓൺ ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് പോസിറ്റീവ് ട്രൈറ്റ്സ് ആൻഡ് പോസിറ്റീവ് സ്റ്റേറ്റ്. കൂടുതലായിട്ടും പോസിറ്റീവ് ട്രൈറ്റ്സുകളിലും പോസിറ്റീവ് സ്റ്റേറ്റിലും ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡികളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വോങ്ങിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻസിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സഫറിങ്ങിന്റെ റോള്, അഡ്വേഴ്സിറ്റി, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചാലഞ്ചസിന്റെ റോളിലൊക്കെ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇനി ഫിലോസഫിക്കൽ ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ സെലിഗ്മാൻ റൂട്ടഡ് ഇൻ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി വിത്ത് എ സ്ട്രോങ് എംപിരിക്കൽ ഫൗണ്ടേഷൻ. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിലാണ് റൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ വോങ്ങിന്റേത് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയിലാണ് അല്ലെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇനി മെത്തഡോളജി എന്ന് പറയുമ്പോൾ സെലിഗ്മാൻ യൂട്ടിലൈസസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സ്. ഹാപ്പിനെസ്സിൽ കാണാൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് കാണാൻ, നമ്മുടെ വേർച്യൂസ്, ഇതിനെയൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ് സെലിഗ്മാൻ ഫോളോ ചെയ്തതെങ്കിൽ വോങ് ക്വാളിറ്റേറ്റീവ് മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും കൂടെ വരുന്നുള്ള മിക്സ്ഡ് മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, എന്താണ് മിക്സ്ഡ് മെത്തേഡ് എന്നൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ അടുത്ത യൂണിറ്റിൽ നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ റിസർച്ച് മെത്തേഡ് മുഴുവനായിട്ട് നിങ്ങൾക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കേസ് സ്റ്റഡി ഒക്കെ പോലെ നമ്മൾ എന്താ ക്വാണ്ടിറ്റേറ്റീവ് അല്ലാതെ പഠിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. മിക്സഡ് മെത്തേഡ് എന്ന് വരുമ്പോൾ അതിൽ ക്വാളിറ്റേറ്റീവും വരും ക്വാണ്ടിറ്റേറ്റീവും വരും. ഓക്കെ, ടു എക്സ്പ്ലോർ ദ ഡെപ്ത് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഇൻക്ലൂഡിംഗ് സഫറിംഗ്, മീനിങ് മേക്കിംഗ്. ഇനി ഓവറോൾ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, സെലിഗ്മാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സൈക്കോളജി സയൻസ് ഓഫ് പോസിറ്റീവ് എക്സ്പീരിയൻസസ് ആണ്. അതുപോലെ തന്നെ ആൻഡ് ട്രൈബ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ഫ്ലറിഷിംഗ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വോങ്ങിന്റേത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. എന്താണ് ഡാർക്കർ ആസ്പെക്ട്സ്, നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഡാർക്കർ ആസ്പെക്ട്സിനെ കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മീനിങ് കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ വോങ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ബാക്കി യൂണിറ്റ് 1ന്റെ പാർട്ട് 2 നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ഓക്കെ, താങ്ക് യു.